ഒരു ദിവസം ഒരു ഉയർന്ന വേലിയേറ്റവും ഒരു താഴ്ന്ന വേലിയേറ്റവും മാത്രമേ ഉണ്ടാകൂ എന്നതിനെ സൂചിപ്പിക്കുന്നതിനെ ദൈനിക വേലിയേറ്റം എന്ന് പറയും. എന്ത് പറയും കുട്ടികളെ? ദൈനിക വേലിയേറ്റം. അപ്പൊ ബാബറിലെ ഉരുളൻ കല്ലുകൾക്കിടയിൽ നദികൾ അപ്രത്യക്ഷമാകുന്നു, നദികളും അരുവികളും അപ്രത്യക്ഷമാകുന്നു. പ്രത്യക്ഷ സമര ദിനത്തിന് ആഹ്വാനം ചെയ്തത് ആരെന്നാണ് ചോദ്യം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് തുടങ്ങാം. കുറേ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, കുറേ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകൾ. പുതിയ ചോദ്യങ്ങൾ എന്നൊക്കെ പറയാൻ കുറച്ച് ചോദ്യങ്ങളുണ്ട്, പുതിയെന്ന് പറയാനായിട്ടില്ല, എന്നാലും കുറച്ച് ചോദ്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ പുതിയ രീതിയിൽ കണക്കാക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുതിയ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതാ കുട്ടികളെ? സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് ആര് എന്നതാണ് ചോദ്യം. ആരാ കുട്ടികളെ? സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നത് ഗൗരി പാർവതി ഭായി ആണ്, അല്ലെ? ഗൗരി പാർവതി ഭായി ആണ്. ഓക്കെ, ഏത് വർഷമാണ് ഗൗരി പാർവതി ഭായി സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നത്? ഏത് വർഷമാണ് ഗൗരി പാർവതി ഭായി സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നത് തിരുവിതാംകൂറിൽ? 1817 അല്ലേ? 1817 ഗൗരി പാർവതി ഭായി എന്ത് ചെയ്യുന്നത്? സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നത്. ഗൗരി പാർവതി ഭായിയുടെ കാലഘട്ടം ആർക്കെങ്കിലും പറയാവോ? ഏതായിരുന്നു ഗൗരി പാർവതി ഭായിയുടെ കാലഘട്ടം? ഗൗരി പാർവതി ഭായിയുടെ കാലഘട്ടം ആർക്കെങ്കിലും പറയാവോ? ഗൗരി പാർവതി ഭായിയുടെ കാലഘട്ടം എനിയോൺ? ഗൗരി പാർവതി ഭായിയുടെ കാലഘട്ടം 1815 മുതൽ 1829 വരെയാണ്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ വ്യക്തി. ഗൗരി പാർവതി ഭായി 1815 മുതൽ 1829 വരെയാണ് ഗൗരി പാർവതി ഭായിയുടെ കാലഘട്ടം. നമുക്കറിയാം തിരുവിതാംകൂറിലെ ആദ്യത്തെ റീജന്റ് ഭരണാധികാരി ആരാണ്? റീജന്റ് എന്ന് വെച്ചാൽ മറ്റൊരാൾക്ക് വേണ്ടി ഭരണം നടത്തുന്നത് എന്നർത്ഥത്തിലാണ് റീജന്റ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റീജന്റ് ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിലെ ആദ്യത്തെ റീജന്റ് ഭരണാധികാരി 1810 മുതൽ 1815 വരെ ഭരണം നടത്തിയ ഗൗരി ലക്ഷ്മി ബായി ആണ്. ഓക്കെ അല്ലേ? അതില് 1810 മുതൽ 13 വരെയാണ് അവരൊരു ഭരണാധികാരി മാത്രമായി ഭരണം നടത്തിയത്. റീജന്റ് ഭരണാധികാരി 13 മുതൽ 15 വരെ, അതായത് സ്വാതി തിരുനാൾ ജനിച്ചത് മുതൽ 13 മുതൽ 15 വരെ, സ്വാതി തിരുനാളിന്റെ ജന്മത്തിന് ശേഷം 13 മുതൽ 15 വരെ അവർ റീജന്റ് ഭരണാധികാരി ആയിരുന്നു. ഓക്കെ, ആദ്യത്തെ റീജന്റ് ഗൗരി ലക്ഷ്മി ബായിയും, എന്നാൽ ആദ്യത്തെ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരി, തിരുവിതാംകൂറിലെ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരി ആരെന്ന് കേട്ടാൽ അത് ഗൗരി പാർവതി ഭായി ആണ്. ആദ്യ റീജന്റ് ഭരണാധികാരി ഗൗരി ലക്ഷ്മി ബായിയും മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരി ഗൗരി പാർവതി ഭായിയുമാണ്. ഓക്കെ, അപ്പം സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് ഗൗരി പാർവതി ഭായി ആണെങ്കിൽ തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയത് ആരാണ് കുട്ടികൾ? അടിമക്കച്ചവടം. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി. പോട്ടെ, തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയത് 1812 ഗൗരി ലക്ഷ്മി ബായി ആണല്ലേ? ഗൗരി ലക്ഷ്മി ബായി ആണ് തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയത്. ഗൗരി ലക്ഷ്മി ബായി 1812. എന്നാൽ തിരുവിതാംകൂറില് അടിമത്തം പൂർണ്ണമായും നിർത്തലാക്കിയത് ആരാണ്? അടിമക്കച്ചവടം 1812 ഈ പറയുന്ന അടിമക്കച്ചവടം നിർത്തലാക്കിയത് ഗൗരി ലക്ഷ്മി ബായി ആണെങ്കിൽ തിരുവിതാംകൂറിൽ അടിമത്തം പൂർണ്ണമായി നിർത്തലാക്കിയത് ആരാണ്? തിരുവിതാംകൂറിൽ അടിമത്തം പൂർണ്ണമായി നിർത്തലാക്കുന്നത് 1855 1855 തിരുവിതാംകൂറിൽ അടിമത്തം പൂർണ്ണമായും നിർത്തലാക്കുന്നത്. 1855 അടിമത്തം പൂർണ്ണമായി നിർത്തലാക്കുമ്പോൾ ഭരണാധികാരി ആരാണ് കുട്ടികളെ? സ്വാതി തിരുനാളിന്റെ കാലഘട്ടം ഏതാ? സ്വാതി തിരുനാളിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതി തിരുനാളിന്റെ കാലഘട്ടം ഏതാ? ഉത്രം തിരുനാളാണ്. ഓക്കെ, സ്വാതി തിരുനാളിന്റെ കാലഘട്ടം ഏതാ? സ്വാതി തിരുനാളിന്റെ കാലഘട്ടം 1829 മുതൽ 1846 വരെയാണ് സ്വാതി തിരുനാൾ. ഓക്കെ അല്ലേ?
1829 മുതൽ 46 വരെയാണ് സ്വാതി തിരുനാൾ. അടുത്ത് 1846 മുതൽ 1860 വരെ 1860 വരെ ആരാണ്? ഉത്രം തിരുനാളാണ്. ആരാ കുട്ടികളെ? ഉത്രം തിരുനാളാണ്. ഓക്കെ അല്ലേ? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഓക്കെ, 1846 മുതൽ 1860 വരെ ഉത്രം തിരുനാളാണ്. അപ്പൊ ഉത്രം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് പൂർണ്ണമായും എന്ത് ചെയ്യുന്നത് കുട്ടികളെ? ഈ പറയുന്ന അടിമത്തം എന്ന സമ്പ്രദായം, സ്ലേവറി എന്ന് പറയുന്ന സമ്പ്രദായം എന്ത് ചെയ്യുന്നത്? നമ്മുടെ തിരുവിതാംകൂറിൽ അവസാനിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. വീണ്ടും ഉണ്ട് ചോദ്യം, നിങ്ങൾ കൺഫ്യൂഷൻ ആകുന്ന ചോദ്യം വീണ്ടും ഉണ്ട്. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ്? നാള് മാറിയ ആള് മാറും കേട്ടാ. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ്? ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ്? പറ, ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് ആരാ? ആലോചിക്കുകയാണ്. തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് സേതുലക്ഷ്മി ബായി ആണ് അല്ലേ? തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് സേതുലക്ഷ്മി ബായി ആണ്. റാണി സേതുലക്ഷ്മി ബായി ആണ് തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത്. സേതുലക്ഷ്മി ബായിയുടെ കാലഘട്ടം 1924 മുതൽ 1931 വരെയാണ് സേതുലക്ഷ്മി ബായിയുടെ കാലഘട്ടം. 1924 മുതൽ 31 വരെയാണ് റാണി സേതുലക്ഷ്മി ബായിയുടെ കാലഘട്ടം. ഓക്കെ അല്ലേ? അപ്പം അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത് കുട്ടികളെ? ഈ പറയുന്ന ദേവദാസി സമ്പ്രദായം നിർത്തലാക്കുന്നത്. ഓക്കെ. ശുചീന്ദ്രം കൈമുക്ക് എന്ന് പറയുന്ന സത്യപരിശോധന അവസാനിപ്പിച്ച ഭരണാധികാരി ആരാണ്? ശുചീന്ദ്രം കൈമുക്ക് എന്ന സത്യപരിശോധന അവസാനിപ്പിച്ച ഭരണാധികാരി ആരാണ്? പറഞ്ഞേ. ശുചീന്ദ്രം കൈമുക്ക് എന്ന സത്യപരിശോധന അവസാനിപ്പിച്ച ഭരണാധികാരി അത് സ്വാതി തിരുനാളാണ്. ശുചീന്ദ്രം കൈമുക്ക് അവസാനിപ്പിച്ചത് സ്വാതി തിരുനാളാണ്. ശുചീന്ദ്രം കൈമുക്ക് എന്ത് ചെയ്തത്? അവസാനിപ്പിച്ചത് സ്വാതി തിരുനാളാണ് കേട്ടോ. ശുചീന്ദ്രം കൈമുക്ക് അവസാനിപ്പിച്ചത് സ്വാതി തിരുനാളാണ്. അപ്പൊ ഈ ചോദ്യങ്ങളെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് ആരാണ് കുട്ടികളെ? ഗൗരി പാർവതി ഭായി ആണ്. 1815 മുതൽ 29 വരെയാണ് കാലഘട്ടം. 1817 വിദ്യാഭ്യാസം സൗജന്യമാക്കിയ പ്രഖ്യാപനം വരുന്നത്. തിരുവിതാംകൂറിലെ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഭായ്. എന്നാൽ ആദ്യത്തെ റീജന്റ് ഭരണാധികാരി ഗൗരി ലക്ഷ്മി ബായി ആണ്. 1810 മുതൽ 15 വരെയാണ് ഗൗരി ലക്ഷ്മി ബായിയുടെ കാലഘട്ടം. അതിൽ 13 മുതൽ 15 വരെ, സ്വാതി തിരുനാളിന്റെ ജന്മത്തിന് ശേഷം 13 മുതൽ 15 വരെ ഗൗരി ലക്ഷ്മി ബായി റീജന്റ് ഭരണാധികാരി ആയിരുന്നു. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയത് 1812 ഗൗരി ലക്ഷ്മി ബായി ആണ് അടിമക്കച്ചവടം നിർത്തലാക്കിയത്. എന്നാൽ തിരുവിതാംകൂറില് അടിമത്തം നിർത്തലാക്കുന്നത് 1855 ആ അടിമത്തം നിർത്തലാക്കിയത് 1829 മുതൽ 1846 വരെ ഭരണം നടത്തിയ 1846 മുതൽ 1860 വരെ ഭരണം നടത്തിയ ഉത്രം തിരുനാളാണ്. സ്വാതി തിരുനാളിന്റെ കാലഘട്ടം 1829 മുതൽ 46, 1846 മുതൽ 1860 വരെയാണ് ഉത്രം തിരുനാളിന്റെ കാലഘട്ടം. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. പിന്നെ പറഞ്ഞു ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് ആരാ കുട്ടികളെ? അത് ഈ പറയുന്ന സേതുലക്ഷ്മി ബായി ആണ് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത്. 1924 മുതൽ 1931 വരെയാണ് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത്. ഓക്കെ അല്ലേ? സെറ്റല്ലേ ഇത്രയും പറഞ്ഞത്? ഓക്കെ അല്ലേ പിള്ളേരെ? ഇപ്പൊ ഓക്കെ ഇല്ലേ? സെറ്റ്. ശരി, അപ്പൊ ഈ പറഞ്ഞതെല്ലാം ഓർത്തിരിക്കുക. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് ആരാണ്? ഈ പറയുന്ന സ്വാതി തിരുനാളാണ്. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് 1925 ആരാണ് കുട്ടികളെ? 1925 റാണി സേതുലക്ഷ്മി ബായി ആണ് കേട്ടോ. ഓക്കെ. ഇനി അടുത്ത് നമ്മുടെ ജൂലൈ മാസം 18 പിന്നെ ഓഗസ്റ്റ് മാസത്തിലുമായിട്ട് നടക്കുന്ന
10th പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു ഫൈനൽ മാരത്തോൺ ബാച്ച് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോഴ്സിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ലൈവ് ബാച്ചാണ്. ടോട്ടൽ ക്ലാസ് എല്ലാം ലൈവ് ആണ് വരുന്നത്. 379 രൂപയാണ് ടോട്ടൽ ഫീസ് വരുന്നത്. ഓക്കെ, അപ്പം ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക. ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സുകളുടെ, അതായത് ഒരാഴ്ചയായി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ റെക്കോർഡ് അവൈലബിൾ ആണ്. ബാക്കിയുള്ള ക്ലാസ് നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 10 മോഡൽ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് മുമ്പേ തന്നെ അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. ഓക്കെ അല്ലേ? ശരി, അപ്പോൾ ജോയിൻ ചെയ്യുക പെട്ടെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത് എന്തിനെ? ഇതിപ്പോ സ്ഥിരം ചോദ്യമാണ്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത് എന്തിനെ? ഓക്കെ, എന്തിനാണ് കുട്ടികളെ? അവധിനെയാണ് അല്ലെ? അവധിനെയാണ്. ഈ ഡൽഹൌസിയുടെ കാലഘട്ടം എന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഡൽഹൌസി പ്രഭുവിന്റെ കാലഘട്ടം ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഡൽഹൌസി പ്രഭുവിന്റെ കാലഘട്ടം. അവധെന്ന് പറയുന്ന നാട്ടുരാജ്യത്തെയാണ് ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചു. ഡൽഹൌസി പ്രഭുവിന്റെ കാലഘട്ടം എന്ന് പറയാമോ? ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസിയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ ഡൽഹൌസിയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസിയാണ്. ഓക്കെ അല്ലേ? 1848 മുതൽ 1856 വരെയാണ്, 1848 മുതൽ 1856 വരെയാണ് ഡൽഹൌസിയുടെ കാലഘട്ടം. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നു. പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ ആണ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇതെല്ലാം ഇദ്ദേഹമാണ്. ഓക്കെ, നിങ്ങൾ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്താണ്? ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന് പറഞ്ഞാൽ ദത്തവകാശ നിരോധന നിയമം അല്ലേ? ദത്തവകാശ നിരോധന നിയമം. ഈ ദത്തവകാശ നിരോധന നിയമം നമ്മുടെ ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കുന്നത് 1848 ദത്തവകാശ നിരോധന നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കുന്നത് 1848 ഡൽഹൌസിയുടെ കാലഘട്ടത്തിലാണ്. ഓക്കെ, അതുപോലെ തന്നെ 1856 വിധവാ പുനർവിവാഹ നിയമം പാസ്സാകുന്നതും ഡൽഹൌസിയുടെ കാലഘട്ടത്തിലാണ്. എന്നാൽ നിലവിൽ വരുന്നത് കാനിങ്ങിന്റെ കാലഘട്ടത്തിലാണ് കേട്ടോ. പാസ്സാകുന്ന ഡൽഹൌസിയുടെ കാലഘട്ടത്തിലും നിലവിൽ വരുന്നത് കാനിങ്ങിന്റെ കാലഘട്ടത്തിലുമാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? അപ്പൊ പിള്ളേരെ, ദത്തവകാശ നിരോധന നിയമം 1848 ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് ഡൽഹൌസിയുടെ കാലത്താണ് പാസ്സാക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ കാലഘട്ടം 1848 മുതൽ 1856 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. ഓക്കെ, അദ്ദേഹത്തെയാണ് ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത്. പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ അദ്ദേഹമാണ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് അദ്ദേഹമാണ്. 1856 വിധവാ പുനർവിവാഹ നിയമം പാസ്സാക്കുമ്പോൾ ഗവർണർ ജനറൽ ഈ പറയുന്ന ഡൽഹൌസിയാണ്. എന്നാൽ വിധവാ പുനർവിവാഹം നിലവിൽ വരുമ്പോൾ ഗവർണർ ജനറൽ കാനിങ് ആണ്. അപ്പൊ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യൻ, 2026 G7 ഉച്ചകോടി നടക്കുന്ന രാജ്യം. 2026 G7 ഉച്ചകോടി അല്ലെങ്കിൽ ഗ്രൂപ്പ് 7 ഉച്ചകോടി. 2026 G7 ഉച്ചകോടി ഏതാ കുട്ടികളെ? ഫ്രാൻസിലാണല്ലേ? ഫ്രാൻസ്. 2025 G7 ഉച്ചകോടിയോ? 2025 G7 ഉച്ചകോടിയോ? പറ. 2023 G7 ഉച്ചകോടിയോ? 2025 G7 ഉച്ചകോടി? കാനഡ. 2025 കാനഡയും 2026 ഫ്രാൻസുമാണ്. 2026 ഫ്രാൻസ് ആണല്ലേ? ഓക്കെ അല്ലേ? കാനഡ. ശരി, G7 രാജ്യങ്ങൾ ഒന്ന് പറഞ്ഞേടാ. G7 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? G7 കൺട്രീസ് എന്ന് പറഞ്ഞേ. G7 എന്ന് വെച്ചാൽ ഗ്രൂപ്പ് 7 കൺട്രീസ് എന്ന് പറഞ്ഞേ. വേദികൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ, അത് കണ്ടാൽ മതി, നിങ്ങൾക്ക് വേദികൾ കിട്ടും.
ഓക്കെ, യെസ്, ഇവിയൻ ലെസ് ബെയിൻസ്, ഫ്രാൻസിലെ ഇവിയൻ ലെസ് ബെയിൻസ് ആണ് G7 ഉച്ചകോടിയുടെ വേദി 2026. ഇവിടെ G7 രാജ്യങ്ങൾ പറയാൻ പറഞ്ഞപ്പം പറയുന്നില്ല പിള്ളേരെ. UK USA ഉണ്ടേ? UK USA ഉണ്ടാ? പറ, നിങ്ങൾ എന്നാ പറ. UK USA ഉണ്ടാ? G7 രാജ്യങ്ങളിൽ UK USA ഉണ്ടാ? UK USA ഉണ്ട്. UK USA ഉണ്ട്. ക്ലിയർ ആണ്. ജർമ്മനി ജപ്പാൻ ഉണ്ടാ? ജർമ്മനി ജപ്പാൻ ഉണ്ടാ? പറ, ജർമ്മനി ജപ്പാൻ ഉണ്ടാ? ഉണ്ട്. ജർമ്മനി ജപ്പാൻ ഉണ്ട്. UK USA ജർമ്മനി ജപ്പാൻ, UK USA ജർമ്മനി ജപ്പാൻ. അപ്പൊ 4 എണ്ണമായി. ഇനി ഒരു 3 എണ്ണം കൂടാ. ഏതൊക്കെയാ 3 എണ്ണം? വളരെ കാനഡ ഫ്രാൻസ് ഇറ്റലി. കാനഡ ഫ്രാൻസ് ഇറ്റലി, ഇതാണ് G7. ഓക്കെ, ഭയങ്കര സിമ്പിളാണ് പഠിക്കാൻ. UK USA ഞാൻ ഈ പറയുന്ന പ്രാസത്തിൽ പറഞ്ഞു പഠിച്ചാൽ മതി. ഓക്കെ, ഞാൻ ഈ പറയുന്ന പ്രാസത്തിൽ പറഞ്ഞ് പഠിച്ചാൽ മതി പിള്ളേരെ. ഭയങ്കര എളുപ്പമാണ് ഇത് പഠിക്കാൻ. ഓക്കെ, UK USA എന്താണ്? UK USA വെച്ചാൽ യുണൈറ്റഡ് കിങ്ഡം, US എന്ന് വെച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ലെഫ്റ്റ് ആയിക്കോ. അടുത്ത് ജർമ്മനി ജപ്പാൻ ജാ വെച്ച് 2 എണ്ണം. ഓക്കെ, ജർമ്മനി ജപ്പാൻ. കാനഡ ഫ്രാൻസ് ഇറ്റലി ഇതാണ് G7 കൺട്രീസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആ പറഞ്ഞ ഓർഡർ മനസ്സിലായല്ലോ? UK USA ജർമ്മനി ജപ്പാൻ കാനഡ ഫ്രാൻസ് ഇറ്റലി. ആ ഒരു പ്രാസത്തിൽ പറഞ്ഞ ഓർത്തിരുന്നാൽ പഠിക്കാൻ പറ്റും കേട്ടോ. ശരി. UK എന്ന് വെച്ചാൽ യുണൈറ്റഡ് കിങ്ഡം, US എന്ന് വെച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഓക്കെ, ജർമ്മനി ജപ്പാൻ 2 ജാ, കാനഡ ഫ്രാൻസ് ഇറ്റലി. പോരട്ടെ. പ്രത്യക്ഷ സമര ദിനത്തിന് ആഹ്വാനം ചെയ്തത് ആരെന്നാണ്? പ്രത്യക്ഷ സമര ദിനത്തിന് ആഹ്വാനം ചെയ്തത് ആരെന്നാണ് ചോദ്യം. ആരാ കുട്ടികളെ? മുഹമ്മദ് അലി ജിന്ന. പിള്ളേരെ, ഏതാണ് ഈ പ്രത്യക്ഷ സമര ദിനം? അത് പലർക്കും ഇങ്ങനെ ചോദിച്ചോണ്ടൊരു ഡൗട്ട് വന്നു. പക്ഷെ ഇതിന്റെ ഇംഗ്ലീഷ് ഒന്ന് എടുത്തേ നിങ്ങൾ. പ്രത്യക്ഷ സമര ദിനത്തിന്റെ ഇംഗ്ലീഷ് ഒന്ന് എടുത്തേ. പറ. പ്രത്യക്ഷ രക്ഷാദിനത്തിന്റെ അത് അറിഞ്ഞൂടെ ഇരുന്ന. ഇവിടെ പ്രത്യക്ഷം ഡയറക്റ്റ്, സമരം ആക്ഷൻ, ദിനം ഡേ. ഓക്കെ, പ്രത്യക്ഷ സമര ദിനം ഡയറക്റ്റ് ആക്ഷൻ ഡേ. ഇപ്പൊ കിട്ടിയ ഡയറക്റ്റ് ആക്ഷൻ ഡേ. ഓക്കെ, മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തില് വി വിൽ ഫൈറ്റ് ആൻഡ് ഗെറ്റ് പാകിസ്ഥാൻ. ഞങ്ങൾ പോരാടും, പാകിസ്ഥാൻ കിട്ടും. അല്ലെങ്കിൽ ഞങ്ങൾ പോരാടുകയും പാകിസ്ഥാൻ കിട്ടുന്നത് വരെ നമ്മൾ പോരാടുകയും ചെയ്യുമെന്ന് പറഞ്ഞതാണ് ഡയറക്റ്റ് ആക്ഷൻ ഡേയുടെ ഒരു സ്ലോഗൻ എന്ന് പറയുന്നത്. പ്രത്യക്ഷ സമരദിനം. ഇത് അരങ്ങേറിയത് എവിടെയാ കുട്ടികളെ? ഈ ഒരു പ്രതിഷേധ പരിപാടി അരങ്ങേറിയത് എവിടെയാണ്? കൊൽക്കത്തയിലാണ് കേട്ടോ. കൊൽക്കത്തയിലാണ് അരങ്ങേറിയത്. ഏത് വർഷം, ഏത് തീയതിയിൽ? പ്രത്യക്ഷ സമരദിനം മുസ്ലിം ലീഗ് മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയത് കൊൽക്കത്തയിലാണ്. ഏത് ദിനം, ഏത് വർഷം, ഏത് ദിനം? ആർക്ക് പറയാം? ഏത് വർഷം, ഏത് ദിനം? 1946 ഓഗസ്റ്റ് മാസം 16. ഓക്കെ, വി വിൽ ഫൈറ്റ് ആൻഡ് ഗെറ്റ് പാകിസ്ഥാൻ. ഞങ്ങൾ പോരാടുകയും പാകിസ്ഥാനെ സ്വന്തമാക്കുകയും ചെയ്യും എന്ന മുദ്രാവാക്യത്തോടുകൂടി ഡയറക്റ്റ് ആക്ഷൻ ഡേ, പ്രത്യക്ഷ സമര ദിനം നടത്തിയത് 1946 ഓഗസ്റ്റ് 16 കൊൽക്കത്തയിൽ. ആഹ്വാനം ചെയ്തത് പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവായിട്ടുള്ള മുഹമ്മദ് അലി ജിന്നയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? ശരി, മനസ്സിലായല്ലോ? ഓക്കെ,
എടാ പിള്ളേരെ, നിങ്ങൾ വേറൊരു കാര്യം, പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത് കൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു സംഭവത്തെ തുടർന്ന് കൽക്കട്ടയിൽ എന്ത് സംഭവിച്ചു? വർഗീയ കലാപങ്ങൾ സംഭവിക്കുകയും ആ വർഗീയ കലാപത്തെ തുടർന്ന് ഒരുപാട് ആൾക്കാർ മരണപ്പെടുകയും ചെയ്തു. ആ സംഭവത്തെയാണ് ഗ്രേറ്റ് കൽക്കട്ട കില്ലിങ്സ് എന്നറിയപ്പെടുന്നത്. കൽക്കട്ട കില്ലിങ്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഗ്രേറ്റ് കൽക്കട്ട കില്ലിങ്സ് എന്നറിയപ്പെടുന്നത് ഡയറക്റ്റ് ആക്ഷൻ ഡേയുമായി ബന്ധപ്പെട്ട് നടന്ന വർഗീയ കലാപങ്ങളെ തുടർന്നുണ്ടായ കൊലപാതകങ്ങളാണ്. ഓക്കെ അല്ലേ? ഗ്രേറ്റ് കൽക്കട്ട കില്ലിങ്സ് എന്നറിയപ്പെടുന്നു കേട്ടോ. അത് ജസ്റ്റ് നോട്ട് ചെയ്തോണം, UPSC-യിലൊക്കെ പഠിക്കാനുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ശരി, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? പറ കുട്ടികളെ. ഓക്കെ. അടുത്ത, ശിവയോഗ വിലാസം എന്ന മാസിക ആരംഭിച്ച് താഴെ പറയുന്നതിൽ ആരാണ്? ഞാൻ മറ്റേ 20 മാർക്ക് വർക്കൗട്ടിലൊക്കെ ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഈ ശിവയോഗ വിലാസം നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ശിവയോഗ വിലാസം ആരാ കുട്ടികളെ? ശിവയോഗ വിലാസം ആരാണ്? ശിവയോഗ വിലാസം വാഗ്ഭടാനന്ദനാണ് അല്ലേ? വാഗ്ഭടാനന്ദനാണ്. ശിവയോഗ വിലാസം വാഗ്ഭടാനന്ദനാണ്. ഓക്കെ. ആത്മവിദ്യാ കാഹളം ആരാണ്? ആത്മവിദ്യാ കാഹളം ആരാണ് കുട്ടികളെ? ആത്മവിദ്യാ കാഹളവും ആരാണ്? വാഗ്ഭടാനന്ദൻ തന്നെയാണ്. അഭിനവ കേരളം ആരാണ് കുട്ടികളെ? അതും വാഗ്ഭടാനന്ദനാണ്. ഓക്കെ, അഭിനവ കേരളവും ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യ, കാഹളം, അഭിനവ കേരളം ഇതൊക്കെ ആരാണ് കുട്ടികളെ? വാഗ്ഭടാനന്ദനാണ്. അതുപോലെ തന്നെ ശിവയോഗ വിലാസം, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മൂന്ന് പ്രസിദ്ധീകരണങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഒന്ന് ശിവയോഗ വിലാസം വാഗ്ഭടാനന്ദൻ, അറിഞ്ഞുണ്ടെങ്കിൽ എഴുതി വെക്കുക. ആത്മവിദ്യാ കാഹളം വാഗ്ഭടാനന്ദൻ. അതുപോലെ അഭിനവ കേരളം വാഗ്ഭടാനന്ദൻ. ഓക്കെ അല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, പ്രബുദ്ധ കേരളം എഴുതിയതാരാണ്? പ്രബുദ്ധ കേരളം എഴുതിയതാരാണ്? പ്രബുദ്ധ കേരളം പറഞ്ഞേ. പ്രബുദ്ധ കേരളം എഴുതിയതാരാ? പ്രബുദ്ധ കേരളം എഴുതിയത് ആഗമാനന്ദ സ്വാമികളാണ്. പ്രബുദ്ധ കേരളം ആരുടെ പ്രസിദ്ധീകരണം ചോദിച്ചാൽ ആഗമാനന്ദ സ്വാമികളുടെ പ്രസിദ്ധീകരണമാണ് പ്രബുദ്ധ കേരളം. ഓക്കെ. അമൃതവർഷിണി ആരുടേതാണ്? അമൃതവർഷിണി പറഞ്ഞേ. ശരി, അപ്പൊ അതത്രയും ഓർത്തിരിക്കുക. ഈ പറഞ്ഞ പ്രസിദ്ധീകരണങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഏതൊക്കെ നമ്മൾ പറഞ്ഞത്? ശിവയോഗ വിലാസം വാഗ്ഭടാനന്ദൻ, ആത്മവിദ്യ കാഹളം വാഗ്ഭടാനന്ദൻ, അഭിനവ കേരളം വാഗ്ഭടാനന്ദൻ. ഓക്കെ, അതുപോലെ പ്രബുദ്ധ കേരളം ആഗമാനന്ദ സ്വാമികൾ, അമൃതവർഷിണി ആഗമാനന്ദ സ്വാമികൾ. ഇനി നിങ്ങൾക്ക് ഡൗട്ട് വന്നത് പ്രബുദ്ധ ഭാരത്, ഉദ്ബോധൻ, അതുപോലെ പ്രബുദ്ധ ഭാരത്, ഉദ്ബോധൻ, അതുപോലെ പ്രബുദ്ധ ഭാരത്, അതൊക്കെ എഴുതിയതാരാ? ഉദ്ബോധൻ, അതുപോലെ പ്രബുദ്ധ ഭാരത്, അതൊക്കെ ആരാണ് കുട്ടികൾ? അത് വിവേകാനന്ദനാണ് കേട്ടോ. വിവേകാനന്ദനാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ്. അപ്പൊ പ്രബുദ്ധ ഭാരത് വിവേകാനന്ദനാണെങ്കിൽ പ്രബുദ്ധ കേരളം ആഗമാനന്ദ സ്വാമികൾ, അമൃതവർഷിണി ആഗമാനന്ദ സ്വാമികൾ, ആത്മവിദ്യാ കാഹളം വാഗ്ഭടാനന്ദൻ, അഭിനവ കേരളം വാഗ്ഭടാനന്ദൻ, ശിവയോഗ വിലാസം വാഗ്ഭടാനന്ദൻ. ഓക്കെ അല്ലേ? ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. ഇതാര് പറഞ്ഞതാ? ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. ഇതാര് പറഞ്ഞതാ? അറിയോ?
ഉണരുവിൻ, അഖിലേഷനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. ഇതാര് പറഞ്ഞ? വാക്ഫടാനന്ദൻ പറഞ്ഞ കാര്യമാണ് കേട്ടോ. വാക്ഫടാനന്ദൻ പറഞ്ഞ കാര്യമാണ്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു കാര്യം. ഓക്കെ അല്ലേ? ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത്. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കോൺഗ്രസ് സമ്മേളനം നടന്നത്. ഓക്കെ, എന്താ കമന്റ് ചെയ്തേ എല്ലാവരും? സ്ഥിരം ചോദ്യമാണ് ലാഹോർ സമ്മേളനം. ലാഹോർ സമ്മേളനമൊക്കെ നമ്മൾ ഓൾറെഡി റിവിഷൻ ചെയ്തതാണ്. ലാഹോർ സമ്മേളനമൊക്കെ നമ്മൾ ഓൾറെഡി റിവിഷൻ ചെയ്ത് കഴിഞ്ഞതാണ്, പലതവണ റിവിഷൻ ചെയ്തതാണ്, ഞാൻ കൂടുതൽ പറയുന്നില്ല കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് സംസാരിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അറ്റൻഡ് ചെയ്തേ പിള്ളേരെ, അറ്റൻഡ് ചെയ്തേ എല്ലാവരും. മിശ്ര വേലിയേറ്റത്തെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഇതൊരു പുതിയ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. ഓക്കെ, ഒരു ദിവസവും ഒരു ഉയർന്ന വേലിയേറ്റവും ഒരു താഴ്ന്ന വേലിയേറ്റവും മാത്രമേ ഉണ്ടാകൂ എന്നതിനെ എന്താ പറയുന്ന കുട്ടികളെ? എന്താ പറയുന്നേ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒരു ദിവസവും ഒരു ഉയർന്ന വേലിയേറ്റവും ഒരു താഴ്ന്ന വേലിയേറ്റവുമേ ഉണ്ടാകത്തുള്ളൂ. ആ പറയുന്നതിന് എന്താണ് അതിന്റെ വാക്ക് എന്താണ്? അറിയോ? അതിനെയാണ് നമ്മൾ ദൈനിക വേലിയേറ്റം എന്ന് പറയുന്നത്. എന്താ കുട്ടികളെ? അതും പഠിക്കാറുണ്ട്. ദൈനിക വേലിയേറ്റം. എന്താ കുട്ടികളെ? ദൈനിക വേലിയേറ്റം. ഒരു ദിവസം ഒരു ഉയർന്ന വേലിയേറ്റവും ഒരു താഴ്ന്ന വേലിയേറ്റവും മാത്രമേ ഉണ്ടാകൂ എന്നതിനെ സൂചിപ്പിക്കുന്നതിനെ ദൈനിക വേലിയേറ്റം എന്ന് പറയും. എന്ത് പറയും കുട്ടികളെ? ദൈനിക വേലിയേറ്റം. ഓക്കെ അല്ലേ? ഇനി ഉയരത്തിൽ വ്യത്യാസമുള്ള വേലിയേറ്റങ്ങളെ മിശ്ര വേലിയേറ്റം എന്ന് വിളിക്കുന്നു. അത് ശരിയാണ്. ഓക്കെ, നമ്മുടെ ചോദ്യം എന്തിനെ കുറിച്ചുള്ളതാണ്? മിശ്ര വേലിയേറ്റത്തെ കുറിച്ചാണ്. അപ്പൊ ഉയരത്തിൽ വ്യത്യാസമുള്ള വേലിയേറ്റങ്ങളെ മിശ്ര വേലിയേറ്റം എന്ന് വിളിക്കുന്നു. അത് ശരിയാണ്. അടുത്ത്, ഒരു ദിവസം 2 ഉയർന്ന വേലിയേറ്റവും 2 താഴ്ന്ന വേലിയേറ്റവും മാത്രമുള്ളതിനെ മിശ്ര വേലി എന്ന് വിളിക്കുന്നു. അത് തെറ്റാണ്. ഒരു ദിവസം 2 ഉയർന്ന വേലിയേറ്റവും 2 താഴ്ന്ന വേലിയേറ്റവും ഉണ്ടാകുന്നതിനെ അർദ്ധദൈനിക വേലിയേറ്റം എന്നാണ് വിളിക്കുന്നത്. എന്താ കുട്ടികളെ? അർദ്ധദൈനിക വേലിയേറ്റം എന്ന് വിളിക്കുന്നു. ഓക്കെ, അവിടെ ഇപ്പം മിശ്ര വേലിയേറ്റം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 2 മാത്രം ശരിയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ പറഞ്ഞ പോയിന്റുകൾ ഒരു ദിവസം ഒരു ഉയർന്ന വേലിയേറ്റവും ഒരു താഴ്ന്ന വേലിയേറ്റവും മാത്രമേ ഉണ്ടാകുന്നുള്ളെങ്കിൽ അതിനെ വിളിക്കുന്നത് ദൈനിക വേലിയേറ്റം എന്നാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ആണ് നമ്മൾ ഡൈയൂറിനൽ എന്ന് പറയുന്നത്. ഡൈയൂറിനൽ ടൈഡ് എന്ന് പറയും. ഡൈയൂറിനൽ സ്പെല്ലിംഗ് ഞാൻ പറഞ്ഞുതരാം. DIURNAL. ഡൈയൂറിനൽ ടൈഡ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഡൈയൂറിനൽ ടൈഡ് എന്ന് പറയും കേട്ടോ. ഇംഗ്ലീഷ് വാക്കൊന്ന് പഠിച്ചോണേ. ഡൈയൂറിനൽ ടൈഡ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദൈനിക വേലിയേറ്റം അല്ലെങ്കിൽ ഡൈയൂറിനൽ ടൈഡ്സ് എന്ന് പറയും. ഇനി അർദ്ധദൈനിക വേലിയേറ്റം, അതിനെ നമ്മൾ വിളിക്കുന്നത് സെമി ഡൈയൂറിനൽ ടൈഡ് എന്നാണ് കേട്ടോ. ഓക്കെ അല്ലേ? അർദ്ധദൈനിക വേലിയേറ്റത്തെ നമ്മൾ എന്ത് വിളിക്കും കുട്ടികളെ? സെമി ഡൈയൂറിനൽ വേലിയേറ്റം എന്ന് വിളിക്കും. ഇനി മിശ്ര വേലിയെ നമ്മൾ മിക്സഡ് ടൈഡ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും കുട്ടികളെ? മിക്സഡ് ടൈഡ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായ ഈ 3 ഒന്നുകൂടെ പറഞ്ഞുതരാവേ. ഉയരത്തിൽ വ്യത്യാസമുള്ള വേലിയേറ്റങ്ങളെയാണ് നമ്മൾ മിശ്ര വേലിയേറ്റം അല്ലെങ്കിൽ മിക്സഡ് ടൈഡ് എന്ന് വിളിക്കുന്നത്. ഉയരത്തിൽ വ്യത്യാസമുള്ള വേലിയേറ്റം നമ്മൾ എന്ത് വിളിക്കും? മിശ്ര വേലിയേറ്റം അല്ലെങ്കിൽ മിക്സഡ് ടൈഡ് എന്ന് വിളിക്കും. ഒരു ദിവസം ഒരു ഉയർന്ന വേലിയേറ്റവും ഒരു താഴ്ന്ന വേലിയേറ്റവും അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ദൈനിക വേലിയേറ്റം അല്ലെങ്കിൽ ഡൈയൂറിനൽ ടൈഡ് എന്ന് വിളിക്കും. ഇനി ഒരു ദിവസം 2 ഉയർന്ന വേലിയേറ്റവും 2 താഴ്ന്ന വേലിയേറ്റവും മാത്രമുള്ളതിനെ
അർദ്ധദൈനിക വേലിയേറ്റം അല്ലെങ്കിൽ സെമി ഡൈയൂണൽ ടൈഡ് എന്ന് വിളിക്കും. ഓക്കെ, ക്ലിയർ ആണ്. അപ്പം ഉയരത്തിൽ വ്യത്യാസമുള്ളത് മിശ്ര വേലിയേറ്റം. ഒരു ദിവസം ഒരു ഉയർന്നത് ഒരു താഴ്ന്നത് ദൈനിക വേലിയേറ്റം. ഒരു ദിവസം രണ്ട് ഉയർന്നത് രണ്ട് താഴ്ന്നത് ഏതാ കുട്ടികളെ? അർദ്ധദൈനിക വേലിയേറ്റം. ഓക്കെ അല്ലേ? ആ 3 പോയിന്റ് സെറ്റ് ആണോ എല്ലാവർക്കും? സെറ്റ് ആണല്ലോ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത, അന്തരീക്ഷത്തിൽ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും അധികമുള്ള വാതകം. ഇതൊക്കെ സ്ഥിരം ചോദ്യമാണ്. ഏതാ പിള്ളേരെ? അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും അധികമുള്ള വാതകം ഏതാണ്? പറഞ്ഞേ. ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഏറ്റവും കൂടുതലുള്ള വാതകം. കാർബൺ ഡൈ ഓക്സൈഡ്. ഈ തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ഹരിതഗൃഹ വാതകം അല്ലാതെ ഉണ്ടോ? ഈ തന്നിരിക്കുന്ന എല്ലാം ഹരിതഗൃഹ വാതകങ്ങൾ തന്നെയാണോ? അതൊന്ന് പറഞ്ഞേ. ഈ ഓപ്ഷനിലുള്ള 4 ഹരിതഗൃഹ വാതകങ്ങളാണോ? മീഥെയിൻ ഹരിതഗൃഹ വാതകമാണ്. നൈട്രസ് ഓക്സൈഡും ഹരിതഗൃഹ വാതകമാണ്. എന്നാൽ കാർബൺ മോണോക്സൈഡ് ഹരിതഗൃഹ വാതകമല്ല. കാർബൺ മോണോക്സൈഡ് ഹരിതഗൃഹ വാതകമല്ല. ആ പോയിന്റ് ഓർത്ത് വെച്ചോണം. കാർബൺ മോണോക്സൈഡ് ഹരിതഗൃഹ വാതകമല്ല. ഓസോൺ ഹരിതഗൃഹ വാതകമാണോ? ഓസോൺ ഹരിതഗൃഹ വാതകമാണോ? ഓസോൺ പറ. ഓസോൺ ഹരിതഗൃഹ വാതകമാണോ? പറഞ്ഞു തന്നിട്ടുള്ളതാ. ഓസോൺ ഹരിതഗൃഹ വാതകമാണ്. ഓസോൺ ഹരിതഗൃഹ വാതകമാണ്. ഓക്കെ, ഓസോൺ ഹരിതഗൃഹ വാതകമാണ് കേട്ടോ. ഓസോൺ ഹരിതഗൃഹ വാതകമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിള സീസണുമായി ബന്ധപ്പെട്ട മാസങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. നീരാവിയും ഹരിതഗൃഹ പ്രവാഹത്തിന് കാരണമാകുന്നുണ്ട്. ഓൾറെഡി പഠിച്ചതാണത്. നീരാവിയും ഹരിതഗൃഹ പ്രവാഹത്തിന് കാരണമാകുന്നുണ്ട്. ഓക്കെ, അടുത്ത, താഴെ പറയുന്നവയിൽ ഖാരിഫ് വിള സീസണുമായി ബന്ധപ്പെട്ട മാസങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ഏതാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ ആണല്ലേ? ജൂൺ മുതൽ സെപ്റ്റംബർ ആണ്. ഓക്കെ, നമുക്കറിയാം വർഷകാല വിളകളാണ് ഖാരിഫ് അല്ലേ? വർഷകാല വിളകളാണ് ഖാരിഫ്. വർഷകാലം എന്ന് വെച്ചാൽ മഴക്കാലം. ഓക്കെ, ഇനി ഏപ്രിൽ മുതൽ ജൂൺ വരെ ഇവിടെ തന്നിട്ടുണ്ട്. ഏപ്രിൽ മുതൽ ജൂൺ വരെ അതെന്താണ്? ഓപ്ഷനിൽ തന്നിട്ടുള്ള ഏപ്രിൽ മുതൽ ജൂൺ വരെ എന്താണ് കുട്ടികളെ? ഏപ്രിൽ മുതൽ ജൂൺ വരെ എന്താണ്? ഏപ്രിൽ വരെ ജൂൺ വരെ സെയ്ത് വിളയുടെ കാലഘട്ടമാണ് ഏപ്രിൽ മുതൽ ജൂൺ വരെ. സെയ്ത് വിളയുടെ കാലഘട്ടമാണ് ഏപ്രിൽ മുതൽ ജൂൺ വരെ. അതായത് വേനൽക്കാല വിളയാണ് ഏത് കുട്ടികളെ? സെയ്ത്. ഏപ്രിൽ മുതൽ ജൂൺ വരെ സെയ്ത് വിളയുടെ കാലഘട്ടമാണ്. അതായത് വേനൽക്കാല വിളയുടെ കാലഘട്ടമാണ്. ഒക്ടോബർ മുതൽ മാർച്ച് വരെ എന്താണ് കുട്ടികളെ? ഒക്ടോബർ മുതൽ മാർച്ച് വരെ റാബി വിളയുടെ കാലഘട്ടമാണ്. അതായത് ശൈത്യകാല വിളകളാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ കാലഘട്ടം ഒന്ന് പഠിച്ചോണം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഖാരിഫാണ്. വർഷകാല വിളകളാണ്. ഓക്കെ, ഒക്ടോബർ മുതൽ മാർച്ച് വരെ റാബി ശൈത്യകാല വിളകളാണ്. അതുപോലെ ഏപ്രിൽ മുതൽ ജൂൺ വരെ സെയ്താണ്, വേനൽക്കാല വിളകളാണ്. ഓക്കെ, ഏപ്രിൽ മുതൽ ജൂൺ വരെ സെയ്താണ്, വേനൽക്കാല വിളകളാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അതുപോലെ നിങ്ങൾ കാലം പഠിക്കേണ്ട വേറൊരു സംഭവമുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ജൂൺ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഫെബ്രുവരി, മാർച്ച്, മെയ്. ഇതൊന്ന് പറഞ്ഞേ. ജൂൺ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഫെബ്രുവരി, മാർച്ച്, മെയ്. ഒന്ന് പറയാവോ? ജൂൺ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഫെബ്രുവരി, മാർച്ച്, മെയ്. ഒന്ന് പറയാവോ? കറക്റ്റ് ആണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ.
ഒക്ടോബർ നവംബർ എന്താ കുട്ടികളെ? ഒക്ടോബർ നവംബർ വടക്ക് കിഴക്കൻ മൺസൂൺ. ഒക്ടോബർ നവംബർ വടക്ക് കിഴക്കൻ മൺസൂൺ. ഡിസംബർ ഫെബ്രുവരി എന്താ? ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ എന്താണ്? പറ, ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ എന്താണ്? ഡിസംബർ ടു ഫെബ്രുവരി. ഡിസംബർ ടു ഫെബ്രുവരി ശൈത്യകാലം. ഓക്കെ, ശൈത്യകാലം. ഓക്കെ, മാർച്ച് മുതൽ മെയ് വരെ എന്താ? മാർച്ച് മുതൽ മെയ് വരെ വേനൽക്കാലം. മാർച്ച് മുതൽ മെയ് വരെ എന്താ കുട്ടികളെ? വേനൽക്കാലമാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന 7 കാലഘട്ടം പഠിച്ചു. ആദ്യം നമ്മൾ പഠിച്ചത് ജൂൺ മുതൽ സെപ്റ്റംബർ എന്താണ്? വർഷകാല വിളയായിട്ടുള്ള ഖാരീഫ്. ഒക്ടോബർ മുതൽ മാർച്ച് വരെ ശൈത്യകാല വിളയായിട്ടുള്ള റാബി. അതുപോലെ തന്നെ ഏപ്രിൽ മുതൽ ജൂൺ വരെ വേനൽക്കാല വിളയായിട്ടുള്ള സെയ്ദ്. പിന്നെ നമ്മൾ ഇവിടെ പഠിച്ചു ജൂൺ മുതൽ സെപ്റ്റംബർ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, ഒക്ടോബർ നവംബർ വടക്ക് കിഴക്കൻ മൺസൂൺ, അതുപോലെ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ശൈത്യകാലം, മാർച്ച് മുതൽ മെയ് വരെ വേനൽക്കാലം. ഓക്കെ, സെറ്റ് അല്ലേ? വളരെ ഓക്കെ അല്ലേ? ഓക്കെ, അറിഞ്ഞുള്ള പോയിന്റ്സ് ആണെങ്കിൽ നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് എന്നാണ്? ഒന്ന് ചെയ്തേ. ഹിമാലയൻ പർവ്വത നിരകളിൽ നിന്ന് ഒഴുകുന്ന അരുവികളും നദികളും അപ്രത്യക്ഷമാകുന്ന മേഖലയെ ഭാബർ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഹിമാലയത്തിൻ്റെ പ്രാദേശിക വിഭജനം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹിമാലയത്തെ നമ്മൾ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് നമ്മൾ ഏറ്റവും മുകളിൽ നമ്മൾ ഹിമാദ്രി എന്ന് പറയുന്നു. ഹിമാദ്രി കഴിഞ്ഞിട്ട് പിന്നെ ഏതാ വരുന്നത്? ഹിമാദ്രി കഴിഞ്ഞിട്ട് ഹിമാചലാണ് വരുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് വരുന്നത് സിവാലിക്കാണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഉത്തര പർവ്വത മേഖലയുടെ ആ ഒരു ക്ലാസിഫിക്കേഷൻ. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അതിനുശേഷം പിന്നെ നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉത്തര മഹാസമതലത്തിൽ നമുക്ക് ആദ്യം വരുന്നത് ഏതാ കുട്ടികളെ? ഭാബറാണ് വരുന്നത്. ഓക്കെ, ഭാബറിന് ശേഷം നമുക്ക് വരുന്നത് ടെറായി ആണ് വരുന്നത്. ടെറായിക്ക് ശേഷം നമുക്ക് വരുന്നത് എക്കൽ സമതലങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹിമാലയ പർവ്വതം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്ക്. അതിന്റെ താഴോട്ട് നമ്മൾ ഈ ഉത്തര മഹാസമതലം നോക്കുകയാണെങ്കിൽ ഭാബർ ആദ്യം വരുന്നു, പിന്നെ ടെറായി വരുന്നു, പിന്നെ എക്കൽ സമതലങ്ങൾ വരുന്നു. ഓക്കെ അല്ലേ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന നദികളുണ്ടല്ലോ കുട്ടികളെ, ഈ നദികൾ ഒഴുകി കൊണ്ടുവരുന്ന ഉരുളൻ കല്ലുകളും മറ്റുമൊക്കെ നിറഞ്ഞൊരു പ്രദേശമാണ് ഏതെന്ന് പറയുന്ന കുട്ടികളെ? ഭാബർ. ഓക്കെ, ഉരുളൻ കല്ലെന്ന് പറയുമ്പോൾ നമ്മൾ പെബിൾസ് എന്ന് പറയും. എന്ത് പറയും കുട്ടികളെ? പെബിൾസ് എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പൊ ഈ പെബിൾസ് അല്ലെങ്കിൽ ഉരുളൻ കല്ലുകൾ നിറഞ്ഞ ആ ഒരു ഭാഗമാണ് ഭാബർ. അപ്പൊ അവിടേക്ക് ഒഴുകിയെത്തുന്ന നദികള് ഈ ഉരുളൻ കല്ലുകൾക്കിടയിൽ എന്ത് ചെയ്യും കുട്ടികളെ? അപ്രത്യക്ഷമാവും. മനസ്സിലായ? ഓക്കെ, അപ്പം ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്ന് ഒഴുകുന്ന അരുവികളും നദികളും അപ്രത്യക്ഷമാകുന്ന മേഖല തന്നെയാണ് ഏതെന്ന് പറയുന്നത്? ഭാബർ എന്ന് പറയുന്നത്. ഒന്നാമത്തത് ശരിയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ഈ ഭാബറിൽ അപ്രത്യക്ഷമാകുന്ന നദികൾ വീണ്ടും ഒഴുകി തുടങ്ങുന്ന ചതുപ്പ് നിറഞ്ഞ പ്രദേശമാണ് ഏത് കുട്ടികളെ? ചതുപ്പ് നിറഞ്ഞ പ്രദേശമാണ് ഏത്? ഭാബറിൽ അപ്രത്യക്ഷമാകുന്ന നദികൾ വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന ചതുപ്പ് നിറഞ്ഞ പ്രദേശമാണ് ഏത്? ടെറായ്. അപ്പൊ ഭാബറിലെ ഉരുളൻ കല്ലുകൾക്കിടയിൽ നദികളും അരുവികളും അപ്രത്യക്ഷമാകുന്നു. അതിനുശേഷം എന്ത് ചെയ്യും കുട്ടികളെ? ഈ ചതുപ്പ് നിറഞ്ഞ അല്ലെങ്കിൽ മാർഷ് ഏരിയ ആയിട്ടുള്ള ടെറായിൽ നദികൾ പ്രത്യക്ഷപ്പെടും. ഓക്കെ അല്ലേ?
അതിനുശേഷം എന്ത് ചെയ്യും? നദികള് താഴോട്ട് ഒഴുകുമ്പോൾ എക്കൽ നിക്ഷേപങ്ങൾ രൂപം കൊള്ളും. അതില് പുതിയ എക്കൽ നിക്ഷേപങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? പുതുതായിട്ട് രൂപം കൊള്ളുന്ന എക്കൽ നിക്ഷേപങ്ങളെ നമ്മൾ എന്ത് വിളിക്കും കുട്ടികളെ? പുതുതായിട്ട് രൂപം കൊള്ളുന്ന എക്കൽ നിക്ഷേപങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? പറഞ്ഞേ. പുതുതായിട്ട് രൂപം കൊള്ളുന്ന എക്കൽ നിക്ഷേപങ്ങളെ നമ്മൾ ഖാദർ എന്ന് വിളിക്കും. പുതിയ ഖദർ എന്ന് ഓർത്താൽ മതി. പുതിയ എക്കൽ നിക്ഷേപത്തെ നമ്മൾ ഖാദർ എന്ന് വിളിക്കും. പുതിയ ഖദർ എന്ന് ഓർത്താൽ മതി. ഓക്കെ. ഇനി പഴയ എക്കൽ നിക്ഷേപങ്ങളെ എന്ത് വിളിക്കും കുട്ടികളെ? പഴയ എക്കൽ നിക്ഷേപങ്ങളെ എന്ത് വിളിക്കും? ഫംഗർ എന്ന് ഓർത്താൽ മതി. ഫംഗർ. പഴയ സാധനങ്ങളിൽ ഫംഗസ് പിടിക്കുമെന്ന് ഓർത്താൽ മതി. പഴയ സാധനങ്ങളിൽ ഫംഗസ് പിടിക്കുമെന്ന് ഓർത്താൽ മതി കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ ഇത്ര മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഒന്നാം സ്റ്റേറ്റ്മെന്റ് ശരിയാണ് കുട്ടികളെ. രണ്ടാം സ്റ്റേറ്റ്മെന്റ്, ഹിമാലയൻ പർവ്വത നിരകളിൽ നിന്നൊഴുകുന്ന അരുവികളും നദികളും അപ്രത്യക്ഷമാകുന്ന മേഖലയെ ഖാദർ എന്ന് വിളിക്കുന്നു. തെറ്റാണ്, നമ്മളിപ്പോൾ പറഞ്ഞു. ഹിമാലയൻ പർവ്വത നിരകളിൽ നിന്ന് ഒഴുകുന്ന അരുവികളും നദികളും അപ്രത്യക്ഷമാകുന്ന മേഖലയെ ഭംഗർ എന്ന് വിളിക്കുന്നു. അതും തെറ്റാണ്. പഴയ എക്കൽ നിക്ഷേപങ്ങൾ അടങ്ങിയ തെറായ് ബെൽറ്റ് ആണ് ഫംഗർ എന്നറിയപ്പെടുന്നത്. ശരിയാണ്. ഓക്കെ അല്ലേ? ശരി. അപ്പം ഓപ്ഷൻ സി ഇവിടെ ആൻസർ ആയിട്ട് വരുന്നു. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ എല്ലാവർക്കും മനസ്സിലായോ?